നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ വീടുകളിൽ സോളാർ പാനലുകൾ ഉണ്ടോ? തെറ്റായ ദിശയിൽ സോളാർ പാനലുകൾ വെച്ചാൽ പോസിറ്റീവ് എനർജി കുറയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ വാസ്തുശാസ്ത്രപ്രകാരം സോളാർ പാനലുകൾ എവിടെ വയ്ക്കണം, ഏത് ദിശയ്ക്ക് ഒഴിവാക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. നമസ്കാരം, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വാസ്തുശാസ്ത്രപ്രകാരം സോളാർ പാനലുകൾ എവിടെ വയ്ക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ശരിയായ ദിശയിൽ വെച്ചാൽ കൂടുതൽ സോളാർ എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നിലനിർത്താനും കഴിയും. അപ്പോൾ വാസ്തുപ്രകാരമനുസരിച്ച് സോളാർ പാനലുകൾ വെക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ദിശ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ദിശ എന്ന് പറയുന്നത് തെക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അഗ്നിമൂല തന്നെയാണ്. ഈ സ്ഥാനത്താണ് ആദ്യം. നിങ്ങൾക്ക് അവിടെ സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദിശയാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശക്തി കൂടുതൽ, അഗ്നി കൂടുതലുള്ളതായും അഗ്നിയുടെ ശക്തി അവിടെ കൂടുതലാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് സൗകര്യമില്ലെങ്കിൽ മാത്രം വേറെ ദിശകൾ നോക്കണം. അപ്പോൾ സൗത്ത് ഈസ്റ്റ്. ഇതുകൂടാതെ വേറൊരു ദിശ എന്ന് പറഞ്ഞാൽ സൗത്ത്, തെക്ക് വശത്ത്. അപ്പോൾ തെക്ക് വശത്താകുമ്പോഴത്തേക്കും സൂര്യൻ അവിടെ, സൂര്യൻ്റെ സൺപാത്ത് എന്ന് പറയുന്നത് നമ്മൾ തെക്ക് വശം വഴിയാണല്ലോ. അപ്പം ഒരു ദിവസം സൺ പാത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ തെക്കെന്ന് പറയുന്നത് സോളാർ പാനലിനായി നല്ല ദിശ തന്നെയാണ്. അപ്പോൾ അവിടെ കൂടുതൽ നേരം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ദിശ സൗത്ത്. മൂന്നാമത്തെ ഒരു ദിശയെന്ന് പറയുന്നത് കിഴക്കാണ്. അപ്പോൾ കിഴക്ക് എപ്പോഴും ഇത് ഒരു അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയല്ല. പക്ഷേ തെക്ക് കിഴക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അത്രത്തോളം ഇവിടെ അത്രയ്ക്കും നല്ല ഒരു എനർജി നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്താണ് വെക്കേണ്ടത്. എവിടെയെന്ന് വെച്ചാൽ ഒന്ന് സൗത്ത് ഈസ്റ്റും പിന്നൊന്ന് സൗത്തും. ഓക്കെ, ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് വയ്ക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാത്രം വയ്ക്കുക, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ചില ദിക്കുകളുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. വടക്ക്, നോർത്ത് ദിശ എന്ന് പറഞ്ഞാൽ ജലതത്വം കൂടുതലുള്ള ദിശ. എന്നാൽ നോർത്തിൻ്റെ എലിമെൻ്റ് തന്നെ വാട്ടറാണ്. അപ്പോൾ സോളാർ എനർജിക്ക് ഇത് അനുയോജ്യമല്ല. അതുപോലെ തന്നെ വടക്ക് കിഴക്ക്, അപ്പോൾ നോർത്ത് ഈസ്റ്റ്, വീടിൻ്റെ ഈശാന കോണാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആത്മീയമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, പൂജാറൂമ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇവിടെ അഗ്നിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും നോർത്ത് ഈസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ദിശയെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ പാനൽസ് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും തെക്കോട്ട് ടിൽട്ടായിട്ട് നിങ്ങൾക്ക് വയ്ക്കുക. പിന്നെ ടെറസിൽ ഷെയ്ഡില്ലാത്ത, നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ വയ്ക്കണം. അതുപോലെ തന്നെ ബാറ്ററി ഇൻവെർട്ടറിൻ്റെ സ്ഥാനം തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് സ്ഥാപിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറുത്ത കളറിലുള്ള ഈ പാനലുകൾ നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുക. അപ്പോൾ വൈറ്റ് കളറാണ് ഏറ്റവും വൈറ്റ്, വാട്ടർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൂ, അക്വ ബ്ലൂ, ഈ രണ്ട് കളറാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ, വാസ്തുപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വീട്ടിലെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ഉത്തമമായ സോളാർ എനർജി ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ, വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
നിങ്ങളുടെ വീട്ടിലെ സോളാർ പാനലുകൾ എവിടെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും വാസ്തു ടിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ബ്ലെസ്ഡ്.